വൈ എന്നുള്ളതിന് അറബിയിൽ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അറബിയിൽ ഉപയോഗിക്കുക ലേഷ് എന്നാണ്. സാധാരണ സംസാരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ് ലേഷ്. ലേഷ് കല്ലംത, നീ എന്തുകൊണ്ട് അത് സംസാരിച്ചു, പറഞ്ഞു. ലേഷ് കല്ലംതനി, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞു. ലേഷ് കല്ലംത നീ, നീ എന്ന് പറഞ്ഞാൽ എന്നോട്. ലേഷ് കല്ലംതനി, ലേഷ് മാ കല്ലംതനി എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതായി. ലേഷ് മാ കല്ലംതനി, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. ലേഷ് മാ കല്ലംതനി. ലേഷ് എന്തുകൊണ്ട്. ലേഷ് റോഹ്ത, എന്തുകൊണ്ട് നീ പോയി. റോഹ്ത, ത എന്നുള്ളത് നീ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലേഷ് റോഹ്ത, റോഹ് പോവുക, ത നീ. ലേഷ് റോഹ്ത, ലേഷ് റോഹ്ത ബദരി, നീ എന്തുകൊണ്ട് നേരത്തെ പോയി. ലേഷ് താഹർത്ത, ലേഷ് താഹർത്ത, നീ എന്തുകൊണ്ട് വൈകി. ലേഷ് തഅഖർ, തഹീർ എന്ന് പറഞ്ഞാൽ വൈകുക. തഅഖർത്ത, നീ വൈകി. ലേഷ് തഅഖർത്ത. ലേഷ് അതുപോലെ ലേഷ് മാ ഇത്തിസാൽനി, ലേഷ് മാ ഇത്തിസാൽനി, നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല. ലേഷ് എന്തുകൊണ്ട്, മാ അത് ചെയ്തില്ല. ലേഷ് തുസവ്വിക്കുക, ലേഷ് തുസവ്വിക്കുക, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്. ലേഷ് തുസവ്വിക്കുക, നീ എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത്. മാഫിക്കു, ഇത് ശരിയല്ല. ലേഷ് തുസവ്വി, തുസവി, നീ ചെയ്യുന്നത്. തു എന്ന് ആദ്യം വന്നു, അപ്പോൾ നീ ചെയ്യുന്നത് തുസവ്വി. ലേഷ് സവ്വൈത്ത എന്നായാൽ നീ ചെയ്തു. ലേഷ് സവ്വൈത്തക്കിത, ലേഷ് സവ്വൈത്ത എന്ന് പറയുമ്പോൾ ത ലാസ്റ്റ് വന്നാൽ നീ ചെയ്തു എന്നായി. തു സവ്വി, തു ആദ്യം വന്നാൽ ചെയ്യുന്നു എന്നായി. അപ്പോൾ ലേഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ നമ്മൾ ചിന്തിക്കുക. നമുക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിലും അറബിയിൽ ചിന്തിച്ച് നോക്കുക. അതനുസരിച്ച് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും.